ഓം സായിറാം. എല്ലാവർക്കും സായികൃപവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബാബയുടെ ഒരു അത്ഭുത ലീലയെക്കുറിച്ചാണ് കേട്ടോ. ഇതും നടന്നത് നമ്മുടെ ബാബയുടെ മഹാസമാധിക്ക് ശേഷമാണ്. ഞാൻ പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു അമ്മയെക്കുറിച്ചാണ്. ആ അമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ പറയില്ലേ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമെന്ന് പറയില്ലേ, എല്ലാം ജീവിതത്തിൽ ആ അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വല്ലാത്ത വേദനകളും തീരാത്ത ദുരിതങ്ങളുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ അമ്മ അവർക്കറിയാവുന്ന അവർക്കറിയാവുന്ന എല്ലാവരോടും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എവിടെയാണോ ഒരു ആശ്വാസം കിട്ടുന്നത്, അല്ലെങ്കിൽ ആരോട് പറഞ്ഞാലാണ് നമ്മുടെ പ്രോബ്ലംസിനൊരു പരിഹാരം കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരിക്കാം എല്ലാവരോടും, സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങനെ അറിയാവുന്ന എല്ലാവരോടും ഇങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ അമ്മയ്ക്ക് ബാബ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ബാബ എന്നൊരു വ്യക്തിയെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു ദിവസം വളരെ അടുത്തൊരു സുഹൃത്തിനോട് തൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സുഹൃത്ത് ഒരു വലിയൊരു ബാബ ഡിവോട്ടിയായിരുന്നു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു കൊടുക്കുന്നത് ബാബയെക്കുറിച്ച് പൂർണ്ണമായിട്ടല്ല, എന്താണ് ഇങ്ങനെ ഷിരഡിയിൽ ഇങ്ങനെ ബാബ എന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മഹാസമാധിക്ക് ശേഷവും ബാബ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് പേർക്ക് ഒരുപാട് പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് വലിയൊരു സദ്ഗുരുവാണ് ബാബ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് പറയുന്നുണ്ട്, ഇനി നിൻ്റെ പ്രോബ്ലംസ് എന്തെങ്കിലും വരുമ്പോൾ നീ ബാബ എന്ന വ്യക്തിയോട് നീ മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞു നോക്കൂ, ഉറപ്പായിട്ടും നിൻ്റെ സങ്കടങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു ആശ്വാസം. അതുകൊണ്ട് തന്നെ ആ സുഹൃത്തിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുകയും ഇതുപോലുള്ള കാര്യങ്ങൾ ബാബയെക്കുറിച്ചും അങ്ങനെയൊക്കെ കേൾക്കാൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അമ്മ. അങ്ങനെ ഒരു ദിവസം പക്ഷേ ഒരിക്കൽ പോലും ബാബയുടെ ഈ ഒരു ഷിരഡി മാത്രമല്ല, അടുത്തുള്ള ഒരു അമ്പലങ്ങളും ആ അമ്മ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ആ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ കാണുന്നത് ബാബയുടെ മഹാസമാധിയാണ് കേട്ടോ. ബാബയുടെ മഹാസമാധി കണ്ട ആ ഒരു സ്വപ്നത്തിനൊരു പ്രത്യേകതയുണ്ട്. ബാബയുടെ സമാധിക്ക് മേൽ ഒരു മഞ്ഞ വസ്ത്രം ഇങ്ങനെ മൂടിയിട്ടുണ്ട്. അതിന് പുറത്തായിട്ട് കുറച്ച് പൂക്കളും ഉണ്ട്. അപ്പോൾ ഈ സ്വപ്നം കണ്ട സമയത്ത് അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം എന്തൊക്കെ കാണിക്കാമായിരുന്നു, ബാബയുടെ രൂപം കാണാമായിരുന്നു, സായി സച്ചരിത്ര കാണാമായിരുന്നു, ചാവടി യാത്ര കാണാമായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ ബാബ സംസാരിക്കുന്ന രീതിയിൽ കാണാമായിരുന്നു. പക്ഷേ അമ്മ കണ്ടത് ബാബയുടെ മഹാസമാധിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു തോന്നൽ, ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടോ, അതുകൊണ്ടായിരിക്കുമോ സമാധി എൻ്റെ സ്വപ്നത്തിൽ വന്നത്. അപ്പോൾ എന്തായിരിക്കും ആ മോശപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അതിനുള്ളൊരു സൂചനയായിരിക്കുമോ എനിക്കിത്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴും ഈ അമ്മയ്ക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബാബ എന്നൊരു വ്യക്തിയെക്കുറിച്ച്, ബാബ എന്ന ഒരു ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞ സമയം മുതൽ എന്തൊക്കെ പ്രശ്നം വന്നിരുന്നാൽ പോലും അമ്മയെ അടുത്തറിയാവുന്ന ചിലർ പറയും, ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂവല്ലോ, ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്തും ആ അമ്മ അതിനുശേഷം ചെയ്തിരുന്നത് ഒരേ ഒരു പ്രാർത്ഥന പോലെ പറയും, ബാബ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിരുന്നാലും ബാബ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതായിരുന്നു അമ്മയുടെ ഒരു പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമാധി കണ്ട ആ ഒരു സ്വപ്നം കണ്ട സമയം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വിഷമിക്കുകയും അതിനെ ആ ഒരു ബാബ ഡിവോട്ടിയായ ആ സുഹൃത്തിനോട് രാവിലെ പോയി പറയുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ ബാബയുടെ മഹാസമാധിയാണ് കണ്ടത്, സമാധിക്ക് ഇന്ന പ്രത്യേകതകളോടെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കത് കണ്ട നിമിഷം മുതൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ മോശമാണോ നല്ലതാണോ സംഭവിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കേട്ട സമയത്ത് ആ ഒരു ഫ്രണ്ട്, ആ സുഹൃത്ത് വല്ലാതെ കരഞ്ഞു അത് കേട്ടപ്പോൾ. അപ്പം ഈ അമ്മ അത് ഉറപ്പിച്ചു, എന്തോ ഒരു മോശം സമയമാണ് എനിക്ക് വരാൻ പോകുന്നത്, അതുകൊണ്ടായിരിക്കും സമാധി ഞാൻ കണ്ടതെന്ന്. അപ്പോൾ ആ സുഹൃത്ത് പറയുകയാണ്, നിനക്ക് ഇത്രയും പ്രോബ്ലംസ് ഉള്ള സമയത്തും ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് നിന്നെക്കാളും ഭാഗ്യം ചെയ്ത ഒരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ സ്വപ്നം നിനക്ക് വേണമെങ്കിൽ എന്ന് വേണമെങ്കിലും കാണാമായിരുന്നു, നാളെ കാണാം, 2 ദിവസം മുൻപ് കണ്ടിരിക്കാമായിരുന്നു, പക്ഷേ ഇന്ന് തന്നെ നീ കണ്ടില്ലേ, അതാണ് നീ ചെയ്ത പുണ്യമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്താണ് ഇന്നത്തെ പ്രത്യേകത. അപ്പോൾ അന്ന് ഒക്ടോബർ 15 ബാബയുടെ മഹാസമാധി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മഹാസമാധിയിൽ തന്നെ ബാബ അമ്മയ്ക്ക് മഹാസമാധിയുടെ ദർശനം കൊടുക്കുകയാണ്. അമ്മയ്ക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഇന്നാണ് ബാബയുടെ മഹാസമാധിയെന്നോ വിജയദശമി നാളിലാണ് ബാബ മഹാസമാധി ആയതെന്നോ അതിനെക്കുറിച്ചൊന്നും അമ്മയ്ക്ക് അറിയില്ല. പക്ഷേ അമ്മ കാണുന്നുണ്ട് അന്നത്തെ ദിവസം. അതിൽ ബാബ 2 അടയാളങ്ങൾ കൂടെ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ആ സുഹൃത്ത് പറയുന്നത്, ബാബയുടെ സമാധി എങ്ങനെയാണ് കണ്ടത്, മഞ്ഞ വസ്ത്രത്തിൽ മൂടിയ നിലയിലാണ് കണ്ടത് അല്ലേ. അപ്പോൾ ബാബയുടെ മഹാസമാധി നടന്ന ദിവസം അന്ന് തുടങ്ങി 30 ദിവസം കഴിഞ്ഞ് ബാബ ഷിരഡിയിലെ ബാബയുടെ ഒരു ഭക്തൻ്റെ സ്വപ്ന ദർശനത്തിൽ വരികയും
ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ബോക്സിനകത്ത് ഒരു മഞ്ഞ വസ്ത്രമുണ്ടെന്നും അത് എൻ്റെ സമാധിയിൽ പുതപ്പിക്കണമെന്നും ബാബ പറഞ്ഞിരുന്നതായി പറയപ്പെടുന്നുണ്ട് കേട്ടോ. മഹാസമാധി നടന്ന 30 ദിവസത്തിന് ശേഷം. അതുപോലെ തന്നെ നമ്മൾ സായി സച്ചരിത്രയിൽ വായിക്കുന്നുണ്ട്, ബാബയുടെ സമാധിക്ക് അടുത്ത ദിവസം ബാബ തൻ്റെ ഒരു ഭക്തനോട് പറയുന്നുണ്ട്, എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്, പക്ഷേ നീയെങ്കിലും വിശ്വസിക്കൂ, ഞാൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. എനിക്ക് നീ പോയി കക്കടാരതിയും എൻ്റെ ശരീരത്തെ നീ പക്കൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യൂ എന്ന് ബാബ പറയുന്നത് നമ്മൾ സായി സച്ചരിത്രയിലും വായിക്കുന്നുണ്ട്. ഈ 2 കാര്യവും അറിവില്ലാത്ത അമ്മ കാണുകയാണല്ലേ. എന്താണ് ഇങ്ങനത്തെ ഒരു കാര്യം പോലും അറിയുന്നില്ല, സായി സച്ചരിത്രം ഒരിക്കൽ പോലും വായിക്കുന്നില്ല. ആ അമ്മ ബാബയുടെ മഹാസമാധി കഴിഞ്ഞ് നടന്ന 2 കാര്യങ്ങളും ആ അമ്മയുടെ സ്വപ്നത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അമ്മയെക്കാളും വലിയൊരു പുണ്യം ചെയ്ത ഒരാളില്ല. അതുപോലെ തന്നെ ബാബയെ അറിയാത്ത ഒരു വ്യക്തിയെ ബാബ തൻ്റെ ഒരു ഭക്തിയായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള വലിയൊരു സൂചനയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു അത്ഭുതത്തിന് പുറമെ അതിനുശേഷം ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ആ അമ്മയുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു മാറ്റമെന്ന് പറയുന്നത്, ഇതുവരയ്ക്കും തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രോബ്ലംസും അറിയാവുന്ന എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നടന്ന ആ അമ്മയ്ക്ക് അന്ന് തുടങ്ങി അങ്ങോട്ട് തൻ്റെ എന്ത് പ്രോബ്ലംസ് വന്നാലും മറ്റൊരാളോട് ഷെയർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം അവിടെ നിന്നു എന്നുള്ളതാണ് കേട്ടോ. കാരണം അത് പറയേണ്ടതില്ല, മറ്റൊരാളോട് എനിക്ക് പറയേണ്ടതില്ല എന്ന ചിന്ത വരികയും എല്ലാം ബാബയിൽ അർപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വഭാവം ആ അമ്മയിൽ കിട്ടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ബാബയിൽ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ആ അമ്മയെ ബാബ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അത്ഭുതം പറയാൻ കാരണമെന്ന് പറയുന്നത്, നമ്മൾ ചിലർ വിചാരിക്കും ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ബാബ ഒരുപാട് സ്വപ്ന ദർശനം കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരയ്ക്കും അങ്ങനെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ബാബ സായി സച്ചരിത്രയിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ ഒരു ലീലകൾ സംഭവിച്ചാൽ മാത്രമേ ഞാൻ നിൻ്റെ കൂടെ ഉള്ളൂ എന്ന് നീ ഉറപ്പുവരുത്താവുന്ന എവിടെയെങ്കിലും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ബാബയുടെ നാമസ്മരണ, ബാബയെ ഓർത്താൽ പോലും ബാബയുടെ ആ ഒരു സാമീപ്യം നമുക്കറിയാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാബയുടെ വാഗ്ദാനങ്ങളിൽ ബാബ പറയുന്നുണ്ടല്ലേ, ഞാൻ എൻ്റെ അസ്ഥികൾ പോലും, എൻ്റെ സമാധിയിൽ എൻ്റെ അസ്ഥികൾ പോലും നിന്നോട് സംസാരിക്കുമെന്ന്. അതുമാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കണമെന്നില്ല. നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് ബാബയുടെ പ്രസൻസ് നമുക്കറിയാൻ പറ്റിയാൽ അതൊരാശ്വാസമായിക്കോട്ടെ, മറ്റൊരാൾ പറയുന്ന നല്ല നല്ല വാക്കുകളായിക്കോട്ടെ, നമ്മുടെ മോശം സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ സഹായമായിക്കോട്ടെ, അതിലെല്ലാം ബാബയെ കാണാൻ ശ്രമിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ബാബ നൽകുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. ഒരിക്കലും എനിക്ക് ബാബ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ളൊരു കംപ്ലയിൻസ് വേണ്ട. എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന എല്ലാത്തിലും ബാബയെ കാണാൻ ശ്രമിക്കുക. എപ്പോഴും ബാബയുമായിട്ട് ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ബാബയുടെ ഓം സായിറാം എന്ന മന്ത്രമോ, ഞാൻ ഇന്നലെ പറഞ്ഞ ജന്മജന്മോ ജന്മി ശ്രീചരൺ ശ്രീ ഭാഗ്യസായി, അങ്ങനെയോ എന്തെങ്കിലും നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുതന്നെയാണ് ബാബ നമ്മളിലേക്കുള്ള പ്രസൻസ് അറിയിക്കുന്നതും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.